ഹേയ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്നറിയോ? മണാലിയിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള വില്ലേജ് ആണ് നസോഗി വില്ലേജ്. അപ്പോൾ ഇങ്ങോട്ട് പോയാലാണ് നമ്മളുടെ ഹഡിംബ ടെമ്പിൾ പോവുക. ആ റോഡ് നേരെ വന്ന് ഇങ്ങനെ വരുന്നതാണ് നസോഗി വില്ലേജ്. ഇവിടുത്തെ വെജിറ്റബിൾ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ ദീദിമാരും കയ്യിൽ ഇതിങ്ങനെ നിറ്റിങ് ചെയ്യും കേട്ടോ. എല്ലാ ദീദിമാരും നിറ്റിങ് ചെയ്യും. അപ്പോൾ പിന്നെ ഇതാണ് ഞങ്ങൾ ഡെയിലി ചായ കുടിക്കുന്ന സ്പോട്ട്. ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ട്, ഒരുപാട് ഹോം സ്റ്റേയും കൂടെ ഉണ്ട്. ഇതാണ് നമ്മളുടെ അങ്കിൾ ജി ചായ്. നമുക്കങ്ങനെ ഒരു ചായ കുടിക്കാം. ഞാൻ ഡെയിലി ഇവിടെ വരും കേട്ടോ. ഡെയിലി ഇവിടെ വരും, ചായ കുടിക്കും. ഇത് വേണോ? ചോക്കോപ്പൈ വേണോ? ചോക്കോപ്പൈ എടുത്തോ. എന്താ? അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ വാലിയാണ് കാണുക. ഭയങ്കര ഭംഗി. ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ ചായ കുടിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ നോക്കും. എന്നിട്ട് ആ ഒരു സ്ഥലങ്ങളൊക്കെ കുറിച്ച് ഇങ്ങനെ പറയും. അത് കാണുന്നത് ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ ആ കാണുന്ന ഇത് അലിയോ വില്ലേജാണ്. ആ കാണുന്നൊരു ഭാഗം ടിബറ്റൻ കോളനി. ഇത് മൊത്തത്തിൽ അലിയോ വില്ലേജ്. അപ്പോൾ നമ്മളിത് അങ്ങോട്ടൊക്കെ പോയിരുന്നു, ചെറുതായിട്ട് ഹൈക്ക് ചെയ്ത് പോയിരുന്നു. ഒരു മൗണ്ടൈൻ നൈസാണ്. ഈ ഒരു മൗണ്ടൈനിൽ തന്നെയാണ് അവിടെ ആയിട്ടാണ് ജോഗിനി ഫോൾസ് വരുന്നത്. അവിടെ നോക്കിയാൽ കാണില്ല, കുറച്ചപ്പുറത്തായിട്ടാണ് വരുന്നത്, പക്ഷേ ഈ മൗണ്ടൈൻ തന്നെയാണ്. പിന്നെ അതേപോലെ സേത്താൻ എന്ന് പറഞ്ഞ വില്ലേജ് വരുന്നത് ഈ മൗണ്ടൈനിൻ്റെ അപ്പുറത്ത്, അതായത് ആ മേളത്തെ മൗണ്ടൈനും ഈ മൗണ്ടൈൻ്റെയും ഇടയ്ക്ക് വരുന്ന വില്ലേജാണ് സേത്താൻ വില്ലേജ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ഭയങ്കര രസമാട്ടോ ഇവിടെ. നൈറ്റ് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടുന്ന് ആ കാണുന്നതാണ് നസോഗി മന്ദിർ. അപ്പോൾ നമ്മൾ മോളിലോട്ട് നിന്നൊക്കെ വരികയാണെങ്കിൽ ഓട്ടോറിക്ഷയിൽ എന്ത് പറയണം? നീച്ചെ നസോഗി മന്ദിർ ഇങ്ങനെയാണ് പറയുക. അവിടെ ഒരു മന്ദിറുണ്ട്. അവിടെ നിന്ന് എന്തോ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്, എന്തോ അവരുടെ കൾച്ചർ. ഹിന്ദിയൊക്കെ പഠിച്ചിരിക്കുക. ഈ കാണുന്നതാണ് നീച്ചെ നസോഗി മന്ദിർ. അപ്പോൾ നമ്മൾ മോൾ റോഡിൽ നിന്ന് ഓട്ടോയിലൊക്കെ വരുവാണെങ്കിൽ ഈ പേര് പറഞ്ഞാൽ അവരിവിടെ ഇറക്കും. ഇതാണ് കേട്ടോ. ഇവിടെയാണ് ലാസ്റ്റ്. ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിയൊന്നും പോവില്ല, നമ്മൾ നടന്നിട്ട് വേണം പോകാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടുത്തെ. പിന്നെ ഇന്ന് ഇവിടെ എന്തോ ഇവരുടെ ഫെസ്റ്റിവൽ എന്തോ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരെങ്ങനെ എന്തോ അറിയില്ല. ഇതാണ് മന്ദിർ. ഇവിടെയാണ് പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുക. പിന്നെ ഇവിടെയൊക്കെ മൊത്തം വില്ലേജേഴ്സിൻ്റെ വീടാണ്. ഭയങ്കര ഭംഗി കേട്ടോ. ഇവരുടെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ താഴെ വിറക്, പിന്നെ അത് കാണുന്നത് തൊഴുത്താണ്, പശുവൊക്കെ ഉള്ളത്. ഇതിൻ്റെ മേളിലാണ് ഇവർ താമസിക്കുക. അവിടെയൊക്കെ അല്ലേ പശുവൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ ആദ്യം ഹോം സ്റ്റേ എന്ന് വിചാരിച്ച് പെട്ടെന്ന്. പക്ഷേ അത് നേരത്തെ ഷാരു പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പോവുക ചെയ്യുക. കാരണം കുറച്ച് സ്പേസല്ലേ ഉണ്ടാവുള്ളൂ. കണ്ടോ, ഈ വീട്ടിൽ എല്ലായിടത്തും പശു മസ്റ്റാല്. ഇവിടെ എല്ലാ വീട്ടിലും ഉണ്ട്. പിന്നെ മറ്റേ വിറക് ഇത് കണ്ടില്ലേ, വിന്റർ ആകുമ്പോഴത്തേക്കും വിറക് എല്ലാവരും സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഇനി വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ജസ്റ്റ് ഒരു റൂമിൽ ഷോപ്പായിട്ട് ആലുപ്പുറത്ത് ഉണ്ടാക്കുക. എന്നിട്ട് അതെല്ലാവർക്കും പിന്നെ നിറ്റിങ്, പിന്നെ മറ്റേ നിറ്റിങ് കോഷറ്റ് ഉണ്ടാക്കൂലേ, അതിങ്ങനെ നെറ്റ് ചെയ്ത് ചെയ്യുക. അതൊക്കെ സോക്സ്, പിന്നെ നമ്മൾ ഇടുന്ന ഇങ്ങനത്തെ കൂടി ഇവൻ ഇട്ട സാധനം, അതൊക്കെ ഇങ്ങനത്തെ നിറ്റ് ചെയ്തുണ്ടാക്കുക. ഇതൊക്കെ ഇവരൊക്കെ വിൻ്റർ ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് മന്തോട് കൂടി സ്നോഫോൾ ഉണ്ടാവും. അപ്പോൾ അപ്പോഴത്തേക്കൊക്കെ വിറകൊക്കെ സെറ്റാക്കി വെച്ചിരിക്കാം. പിന്നെ നീ എന്താ പറയുന്നത്? അല്ല, ഇവിടെ ലോണ്ട്രിയും ചെയ്യുന്നുണ്ട് കുറേ രീതി. കുറേ അവിടുന്ന് നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് വീടിൻ്റെ ഇവിടെ തന്നെ 2 വാഷിംഗ് മെഷീൻ ഉണ്ട്, മറ്റേ ടോപ്പിലോട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഏരിയയിലുള്ളവരൊക്കെ വന്നിട്ട് അവിടെ വാഷ് ചെയ്യാൻ കൊടുക്കും. പ്രത്യേകിച്ച് നമ്മൾ ഗസ്റ്റൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഹോട്ടൽസിലെ ബെഡ്ഷീറ്റ്സ് അതൊക്കെ അതും അവരുടെ ഒരു ബിസിനസ്സാണ്. വിൻ്റർ ടൈമിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, കാരണം സ്നോ ഒക്കെ വീണ് ഏൺ ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കിയുള്ള സമയമാണ് ഇവരുടെ ആക്ച്വലി ഇവിടുത്തെ സീസൺ. ടൂറിസ്റ്റ് എല്ലാവരും വരുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ മാക്സിമം വർക്ക് ചെയ്ത് നന്നായിട്ട് ഏൺ ചെയ്തിട്ട് വിൻ്ററിലോട്ട് അവർ പിന്നെ ഫുള്ള് വീടിൻ്റെ ഉള്ളിലായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിലാണ്. ഇതാണ് സ്റ്റേ. സ്റ്റേ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. റൂമും കാര്യങ്ങളും ഞങ്ങളുടെ വർക്ക് സ്റ്റേഷനും ഒക്കെ കാണിക്കാം. അടിപൊളി റൂമാണ് കേട്ടോ. സോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമുക്ക് അവിടെയും വഴിയുണ്ട്, ഇവിടെയും വഴിയുണ്ട്. ആ കാണുന്നത് അലക്കുന്ന സ്ഥലമാണ്. ഇവിടെ കോമൺ ആയിട്ട് എല്ലാവരും വില്ലേജേഴ്സൊക്കെ വന്നിട്ട് ഇവിടെയാണ് അലക്കുക. ഇവിടെ എങ്ങനെയാണ്. സോ നമുക്ക് സ്റ്റേയിലോട്ട് കയറാം. ഇനി ഇവിടെ ഒരാളുണ്ട്, പുള്ളിക്കാർ ഇവിടെ ഉണ്ടോ? നമ്മളെ ഷാഡോ. അയ്യോ, ഷാഡോ ഇവിടെ ഇല്ലല്ലോ. ഷാഡോനെ കാണില്ല, അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ഉണ്ടാവണ്ട. ഇതാണ് ഷാഡോൻ്റെ വീട്. പിന്നെ നമുക്ക് ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. ഇവിടെ ക്യാമ്പ് ഫയറിന് പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല കേട്ടോ, അൺലിമിറ്റഡ് ആണ്. എത്ര വേണമെങ്കിലും
നമുക്ക് ഇവർക്ക് താഴെ വുഡുണ്ട്. അപ്പോൾ അത് എടുത്ത് കൊടുത്തിട്ട് നമുക്കവിടെ കത്തിക്കാൻ വുഡ് കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലത്തുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട് താഴെ. അത് കൊടുത്തിട്ട് നമുക്ക് ഫയർ ഇടാം. പിന്നെ ഇത് ഇവിടെ നിന്നുള്ള വ്യൂ ആണിത്. അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ നൈറ്റൊക്കെ ഇവിടെ വന്ന് ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ചില്ലാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തു. അടിപൊളിയാണ് നമ്മുടെ. ഞാൻ അങ്ങനെ ഞങ്ങളുടെ റൂം കാണിക്കാം. സോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. തുടങ്ങിക്കോ. അവിടെ കയറുന്നോണ്ട് തന്നെ നമുക്ക് കബോർഡ്സ് വരുന്നുണ്ട്. കയറുമ്പോൾ തന്നെ നമുക്ക് കബോർഡ് ഉണ്ട് 2 ഡോറായിട്ട്. പുറം കാണിച്ചില്ല ഡ്രസ്സ് മൊത്തം. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിള് വിത്ത് അതിന് താഴെ ഒരു കബോർഡ് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കിച്ചൺ. ഭയങ്കര മെയിൻറ്റെയിൻഡ് ആയ കിച്ചണാണ്. ഇതിലും കബോർഡ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ സ്റ്റൗവും ഒരു ഗ്യാസ് സിലിണ്ടറും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടറിന് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. ബട്ട് സ്റ്റിൽ നമുക്കത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ ഒരു ടേബിൾ ടീപ്പോയി ടേബിളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഡൈനിങ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഈ ഹൈറ്റ് ഉള്ളൂ. ടീപ്പോയാണ്. നമുക്ക് നമ്മളുടെ ഡൈനിങ് ടേബിൾ പോലെ ഹൈറ്റിലില്ല. അപ്പോൾ ഇത് ഒരു സ്റ്റൂൾ എടുത്തിട്ട് നമ്മൾ ഹീറ്റർ വെച്ചിട്ടുണ്ട്. ഇതില്ലാതെ നമുക്ക് പറ്റില്ല. ഹീറ്ററില്ലാതെ നമുക്ക് പറ്റില്ല നൈറ്റ്. കാരണം അത്യാവശ്യം -9 വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഹീറ്ററുള്ള കാര്യം നമ്മൾ അങ്ങനെ അറിയുന്നില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് വാഷ്റൂം പോയപ്പോഴേക്കും നല്ല തണുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എക്സ്ട്രാ വാങ്ങിയത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ 1 മന്ത് നിൽക്കുന്നതുകൊണ്ട് ഇത് അത്യാവശ്യമെന്ന് പറഞ്ഞു. നല്ലതാണ്. നമ്മളെ സമയത്തോളം നമ്മൾ വർക്ക് ഫ്രം ഹോമാണ്, റിമോട്ട് വർക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കാരണം നമുക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഇതിനകത്താണ് സ്പെൻഡ് ചെയ്യുന്ന ടൈം. അതുകൊണ്ട് നമുക്ക് ഹീറ്റർ മസ്റ്റാണ്. ഇത് നമ്മുടെ ബെഡ്റൂം. ബെഡ് 2 സൈഡിൽ നമുക്കൊരു ചെറിയൊരു കബോർഡ് ടൈപ്പ് ഒരു ഡ്രോയറൊക്കെ ഉള്ളൊരു കബോർഡ് സെറ്റപ്പ് വരുന്നുണ്ട്. ഫുള്ളി വുഡനിലാണ് കേട്ടോ ഇവർ തീം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെയും വിത്ത് കബോർഡ്സ് ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു വർക്കിംഗ് സ്പേസ് ആക്കി മാറ്റിയത് മാത്രം. ഈ ചെയർസ് എല്ലാം നമ്മൾ മേടിച്ചതാണ് കേട്ടോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. അത് നമ്മൾ മേടിച്ചതാണ്. പിന്നെയാണ് ബാൽക്കണിയുടെ വ്യൂ. എഴുന്നേറ്റുള്ള വ്യൂ ആണ് ഇത്. ആ മഞ്ഞോല കാണുന്നുണ്ടോ? പുറത്തേക്ക് ഇതാണ് ബാൽക്കണി വരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളൊരു വ്യൂ ആണ് ഇത്. അത് നമ്മൾ മോൾ റോഡ് പോകുന്ന റോഡാണ്. നേരത്തെ കാണിച്ചില്ലേ നമ്മൾ വന്നത് ഇതേ ആ വഴിയാണ്. ഇത് നേരെ അങ്ങനെ മോൾ റോഡ്. സോ ഇതാണ് ഞങ്ങൾ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴുള്ള വ്യൂ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി വ്യൂ അല്ലേ? അതെ, നിന്നാൽ തന്നെ അടിപൊളിയാണ്. ഞാൻ ചിലപ്പോൾ ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യും, ചിലപ്പോൾ ഇവിടെ വന്നിങ്ങനെ നിൽക്കും, ചിലപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ പറഞ്ഞ് നിൽക്കും. നല്ല വ്യൂ ആണ്. ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടൊരു വില്ലേജ് ആട്ടോ നാസ്പതി. ആക്ച്വലി ടൗണിക്ക് അടുത്താണ്. ഒരു 1.4 കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ളൂ. 10 മിനിറ്റ്സ് വാക്കിൽ നമ്മൾ ഹഡിംബയിൽ എത്തുന്നുണ്ട്. സ്റ്റിൽ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടൊരു വില്ലേജാണ് നാസ്പതി. അപ്പോൾ നമുക്കിവിടെ തോന്നിയ ആകെ ഒരു നെഗറ്റീവ് എന്ന് പറയാം. അതായത് ഞങ്ങൾക്ക് തോന്നിയൊരു ബുദ്ധിമുട്ട്, ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കുറച്ച് ശോകം കേട്ടോ. അതായത് നമുക്ക് ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റേഴ്സ് മാറി കൊണ്ടുപോയിട്ട് ഇടാനാണ്. അപ്പോൾ അതിവിടെ ഒന്നും ഓട്ടോറിക്ഷ ഒന്നും വരില്ല. ഞാൻ നേരത്തെ കാണിച്ചില്ലേ നമ്മളുടെ നസോഗി മന്ദിറിൻ്റെ അവിടെ മാത്രമേ ഓട്ടോ വരുള്ളൂ. മാത്രമല്ല നമ്മൾ ഇവിടുന്ന് ഏറ്റിപ്പിടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളിവിടെ വന്നവർ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും പരിചയമില്ല. അപ്പോൾ അത് കാരണം ആ ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ സ്റ്റിൽ ഞങ്ങളിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 1 മന്തിത്തെ വേസ്റ്റ് ഇവിടെ വെച്ചു. പിന്നെ ഞങ്ങൾക്ക് റൂം തന്ന പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ പുള്ളിയെടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ അത് ഡീലാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഒറ്റ നെഗറ്റീവ് ഞങ്ങൾക്ക് ഇവിടെ തോന്നുള്ളൂ. ബാക്കിയെല്ലാം പൊള്ളിയാണ്. വ്യൂസും ഇവിടുത്തെ ഒരു ലൈഫൊക്കെ സെറ്റാണ്. ആക്ച്വലി നമ്മളുടെ സ്റ്റേന്ന് ഇതാണ് സ്റ്റേ. അവിടുന്ന് ഇങ്ങനെ ഈ വരുന്ന റോഡ് നേരെ പോകുന്നത് മോൾ റോഡിലോട്ടാട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും മോൾ റോഡിലോട്ട് ആക്സസ് ഭയങ്കര ഈസിയാണ് അല്ലേ? അപ്പോൾ എത്തും. ശരിക്കും ഞങ്ങൾക്ക് 10 മിനിറ്റ്സിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ. പിന്നെ ഇറക്കം അതിൻ്റെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോവാം. ഇവിടെ ലെഫ്റ്റ് സൈഡിലൊരു ആപ്പിൾ തോട്ടമുണ്ട് കേട്ടോ. ഞങ്ങളിതേ ഇവിടെ വന്നിരുന്നിട്ട് നൈറ്റ് സ്റ്റാർസൊക്കെ അടിപൊളിയായിട്ട് കാണാം. കാരണം ഇവിടെ വേറെ ലൈറ്റ്സ് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇത് പണി കിട്ടുമോ? ഇവിടെ വേറെ ലൈറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു ആപ്പിൾ തോട്ടം കേട്ടോ. ഞങ്ങളിതേ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ കുറേ സ്റ്റാർസൊക്കെ കണ്ടു. നമുക്ക് വേറെ ലൈറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ നല്ല ഭംഗിയിൽ കാണാം. പിന്നെയുള്ള ലൈറ്റ്സ് വരുന്നത് ഇതേ അവിടെയാണ്. ആ കാണുന്നത് നമ്മൾ മണാലി ടൗണാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നേരത്തെ കാണിച്ച അലിയോ വില്ലേജ്. അപ്പോൾ മാൾ റോഡ് താഴെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ആ ഒരു സിറ്റി ലൈറ്റ്സും കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൗണ്ടൈൻ്റെ മേളിലായിട്ട് സ്കൈയിൽ സ്റ്റാർസ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. രാത്രിയാണ് വന്നിരിക്കുന്നത്. പകൽ അങ്ങനെ ഒരു തവണ ഇതുവരെ വന്നുള്ളൂ. ഇത് വന്നിട്ടില്ല. ഇത് അവിടെ ആടിനെ മേയ്ക്കുന്നടാ. ആട് നല്ല ഭംഗി. ചെമ്മരിയാടാട്ടോ.
ഒരുപാടൊന്നുമില്ല, കുറച്ച് ഒരു അപ്പൂപ്പനുണ്ട്, അവരിങ്ങനെ അടിഞ്ഞു മേയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നെസോഗി വില്ലേജ്. ഭയങ്കര ഭംഗിയാണ്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ കാമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഒരുപാട് സ്റ്റേസ് ഉണ്ട് ഇവിടെ. ഞങ്ങളും വന്നപ്പോഴാണ് നമ്മൾ ഓരോന്നും അറിയുന്നത്. മലയാളീസിൻ്റെ ഒരുപാടുണ്ട്, അല്ലാതെ ഇവിടുത്തെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇങ്ങനെ ഇപ്പോൾ മലയാളിയുടെ മാത്രമൊന്നും അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും അടിപൊളിയാണ്. ഭയങ്കര ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതെ, നമ്മൾ അങ്ങോട്ട് പ്രത്യേകിച്ച് ഒന്നും അവർക്കൊരു ബുദ്ധിമുട്ടാവാതിരുന്നാൽ മതി. അതിപ്പോൾ എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ആൾക്കാർ ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും അടിപൊളിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദേ ഈ ഒരു വീട് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ. ഇത് വീടാണോ സ്റ്റേ ആണോ എന്ന് അറിയില്ല, സ്റ്റേ ആ തോന്നുന്നുണ്ട് അല്ലേ. ഇതിൻ്റെ ഇടയിൽ കാണാൻ നല്ല ഭംഗിയില്ലേ. എനിക്ക് ഈ ലൊക്കേഷൻ ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി നമുക്ക് സ്റ്റേയിൽ ഒരു ഡോഗ് ഉണ്ട്, ഷാഡോ എന്നാണ് പേര്. അത് കാണിക്കാം കേട്ടോ. ഞാൻ മോർണിംഗ് നടക്കാൻ വരുമ്പോൾ ആളെൻ്റെ കൂടെ വരും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. നല്ല രസമാണ്, രണ്ടുപേരും ഇങ്ങനെ വരും. ഇപ്പോഴാണ് വരുന്നത് ഇങ്ങോട്ട്. അയ്യോ, ഞാൻ വിളിക്കും. അപ്പോൾ കുട്ടിക്ക് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ മടി, അപ്പോൾ വരില്ല. അപ്പം ഞാൻ നടക്കും, കാണണ്ടേ. അയ്യോ, പോയത് എഴുന്നേറ്റിട്ട് കാര്യമില്ലേ, പോകുന്ന സമയത്ത് എഴുന്നേക്കണ്ടേ. ഇവിടെ മോർണിംഗ് ഭയങ്കര രസമാണ് കേട്ടോ. ഇത്രയും ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ കുത്തന വെയിലില്ല അല്ലേ, അങ്ങനെ ഒരുപാട് ഹാർഷായിട്ടുള്ള വെയിലില്ല, പക്ഷേ നല്ല രസമുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈറ്റിങ്, ടാൻ അടിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ ഭയങ്കര ഭംഗിയാണ്. ഇറങ്ങൂ, നമ്മളുടെ അടുത്തെത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ നീ കാണാൻ. ഒരുപാടൊന്നുമില്ല, പക്ഷെ ഈ ഒരു ചെറിയ നല്ല ഭംഗിയാണ്. നമ്മൾ ഈ കൊടയിൽ പോയപ്പോൾ കണ്ടതാ, മഞ്ഞൂര് പോയപ്പോൾ കണ്ടതാ ചെമ്മരിയാടിനെ. ആ വീഡിയോ ചെക്ക് ചെയ്താൽ കാണാം. ഇത് വീണ്ടും കാണുമ്പോൾ ഇത്ര അടുത്ത് കാണുമ്പോൾ എന്തോ ഫീൽ. സോ അപ്പോൾ നമ്മളങ്ങനെ വില്ലേജിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ശരിക്കും ആക്ച്വലി ഞാൻ റോഡ് കാണിച്ചു തരാം. ഇതാണ് ഇതാണ് നമ്മൾ പോകുന്ന വഴി. അപ്പോൾ ഇത് നേരെ അങ്ങോട്ട് മോൾ റോഡ് എത്തിട്ടോ, നമുക്ക് ഷോർട്ട് കട്ടാണ്. ഇവിടേക്ക് എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ഇത് കൂടെയാണ് നമ്മൾ നടന്നു പോണേ. നമ്മളുടെ സ്റ്റേ അങ്ങ് ടോപ്പിലാണ്, അത് കാണിക്കാം. ഇപ്പോൾ ഭയങ്കര വിശപ്പ്, അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമുക്കിത് കൂടെ എങ്ങനെയോ മോൾ റോഡ് പോയിട്ട് അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാൻ ആക്ച്വലി നമുക്ക് ഹഡിമ്പട കൂടെ വരാം. ഇപ്പോൾ നമ്മൾ ഓട്ടോയിലൊക്കെ വരുവാണെങ്കിൽ ഞങ്ങൾ നോർമലി ഇങ്ങോട്ട് കയറാറില്ല, കാരണം അത്യാവശ്യം നല്ല കയറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇത് കൂടെ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് വരുമ്പോൾ നേരെ ഓട്ടോയിൽ കയറി ഹഡിമ്പട നമുക്ക് ഇങ്ങോട്ട് എത്തും. കുറച്ച് സ്റ്റേയുടെ കുറച്ച് അതൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് പറയാം, ശരിയാ. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ഇതൊക്കെയാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് കേട്ടോ. ഇവിടെയുള്ള ഇതൊക്കെ വില്ലേജസിൻ്റെ വീടാണ്. ഇവിടെയൊക്കെ കുറേ അതേ ഡ്രിസ്ലിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അയ്യോ, സ്നോഫോൾ കിട്ടിയാൽ മതിയായിരുന്നു. ശരിക്കുണ്ടല്ലോ ആ മലയുടെ മുകളിൽ ഭയങ്കര ഫോഗ് വന്നിട്ടുണ്ട്. അത് സ്നോഫോൾ എന്നാണ് തോന്നുന്നു. ചോദിച്ചപ്പോൾ സ്നോഫോൾ എന്നും പറയുന്നുണ്ട്, ഫോഗ് എന്നും പറയുന്നുണ്ട്. അത് കറക്റ്റ് എന്താണെന്ന് അറിയില്ല. അതിൻ്റെ ഷോട്ട് ഞാൻ ആഡ് ചെയ്യാം, ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചോദിക്കുന്നല്ലേ, ഇതൊക്കെയാണ് വഴി. നല്ല ഭയങ്കര ഭംഗിയാട്ടോ ഇത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ, നല്ല രസമാണ്. ഇവിടെയുള്ള വീട് കണ്ടോ, ഭയങ്കര കാറ്റൊക്കെ വരുന്നു കേട്ടോ പതിവില്ലാതെ. ഓ എന്തോ ഭംഗി, നല്ല ക്ലൈമറ്റ്. അയ്യോ പോവാൻ തോന്നുന്നില്ല, ഭയങ്കര ഫീല്. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നും, ഭയങ്കര പീസ്ഫുള്ളാട്ടോ. നമുക്ക് ഒരുപാട് ടൂറിസ്റ്റും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, കൂടുതലും ഇവിടുത്തെ വില്ലേജസ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെപ്പോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നവർ. ദൂരെ നമുക്ക് ഇവിടുത്തെ പിള്ളേര് ഹായ് തരുന്നുണ്ട്. താങ്ക് യു. നമ്മൾ ആ കാണുന്നതാണ് കേട്ടോ മോൾ റോഡ് എക്സാക്ട്ലി മോൾ റോഡ് അതല്ല, അവിടുന്ന് കുറച്ചും കൂടെ പോകണം. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കുറച്ച് ബിൽഡിങ്സൊക്കെ കാണില്ലേ,
പിന്നെ അത് അങ്ങോട്ട് വേറെ വില്ലേജ്, ആ മലയുടെ മേളിലുള്ളത് അലിയോ വില്ലേജ് എന്ന് പറയും. ഇതിൻ്റെ ആ സൈഡാണ്, ഇപ്പുറത്തെ സൈഡാണ് സേത്താനൊക്കെ വരുന്നത്. പിന്നെ നമ്മളിത് ഇറങ്ങി വന്നത് അത് അവിടെ നിന്ന് കേട്ടോ. ഇതൊക്കെ നല്ലൊരു കയറ്റാ. ഇന്ന് ഭയങ്കര കാറ്റ് എന്താവും അല്ലേ. ഇതൊക്കെ ഇവിടെ താമസിക്കുന്ന കേട്ടോ. ഒക്കെ ഇവിടുത്തെ വില്ലേജേഴ്സിൻ്റെ വീടാണ്. പിന്നെ അതിൻ്റെ കൂടെ ഹോം സ്റ്റേ ഉണ്ട് തോന്നുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റ് കുറച്ച് കണ്ടില്ലേ ആ കാണുന്നു. ഓക്കെ അല്ലേ, അത് കുറച്ച് ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് തോന്നി. മൊത്തം തോന്നുന്നു ഇവിടെ ഉള്ളൊരു കാര്യം പ്രോപ്പറായിട്ടൊരു മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവര് അവിടെ ഇടുന്നത്. പക്ഷെ അതൊന്നും പ്രോപ്പറായ ബാക്കിയെല്ലാം അടിപൊളി, ബാക്കി എല്ലായിടത്തും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇങ്ങനെ വില്ലേജസിലോട്ട് വരുമ്പോൾ വേസ്റ്റ് അരുവി കൂടെ പോകുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിപ്പോൾ മോൾ റോഡ് നമ്മൾ സ്റ്റാർട്ടിങ് എത്തി. അപ്പോൾ ഇവിടെയൊക്കെ ഷോപ്പിലുള്ള ആൾക്കാരൊക്കെ വേസ്റ്റ് അവിടെ ഒരു ഇത് കൊണ്ട് ഡംപ് ചെയ്യും. എന്ത് ഇത്. അപ്പോൾ അതെ നമ്മൾ നടന്നങ്ങനെ മോൾ റോഡിൻ്റെ അടുത്തെത്തി. ഇതാണ് മൊണാസ്ട്രി. അപ്പോൾ മണാലിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഈ മൊണാസ്ട്രി ഉള്ളത്. അപ്പോൾ നമ്മുടെ മോൾ റോഡിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ മൊണാസ്ട്രി വരുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ ഇതാണ് മൊണാസ്ട്രിയുടെ ഫ്രണ്ട് സൈഡ് വരുന്നത്. നമുക്കിവിടെ ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാം. ഈ ഒരു ഇത്രയും സ്ഥലം വരുന്നത് ഇവിടെ. എനിക്ക് തോന്നുന്നു ഏതാ അവർ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റേ തോന്നുന്നു അവരുടെ. പിന്നെ ഇവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇത് മൊണാസ്ട്രി, കുറച്ച് അവിടെ ഇവിടെ ആയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് അവരുടെ. അപ്പോൾ ഇത് കൂടെ നമുക്ക് കയറി നോക്കാം. ഇവിടെ നമുക്ക് ചെരുപ്പ് പുറത്തിട്ട് വേണം പോകാൻ. സോ നമ്മളുടെ ഷൂ ആണ്. അപ്പോൾ ഷൂ അയച്ചിട്ടിട്ട് വേണം നമുക്കുള്ളിൽ കയറാൻ. സോ നമുക്ക് ഇവിടെ സ്പേസ് ഉണ്ട്, അവിടെ ഷൂ അയച്ചിട്ടിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാമറ മൊബൈൽ എടുക്കുകയാണെങ്കിൽ 20 രൂപ ഫീ അടച്ചിട്ട് വേണം ഇതിനകത്തോട്ട് കയറാട്ടോ. ഹിന്ദിയിൽ എന്തൊക്കെ എഴുതിയിരിക്കുക അറിയില്ല. എന്തായാലും ഡു നോട്ട് ടച്ച് എന്ന് മനസ്സിലായി. കീപ് സൈലൻസ് എന്നാണ്. സോ അതുകൊണ്ട് ഞാൻ മെല്ലെ പറയാം. എന്താണെന്ന് നമുക്ക് എക്സാക്ട്ലി അറിയില്ല. ഇവരുടെ ഇരിക്കുന്ന സ്ഥലമൊക്കെയാണിത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണാനുള്ളത്. ഇത് മെഡിറ്റേഷൻ ഹാളാണ്. സോ നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഇത് ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, നമ്മൾ താഴ്ന്ന് കണ്ട സ്റ്റാച്ചു ഇല്ലേ, അതിൻ്റെ ഹെഡ് ഭാഗം ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് ഇവർ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മളിപ്പോൾ പുറത്തിറങ്ങി ചുമ്മാ ഇതിന് ചുറ്റും ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ ആ ഒരു കറക്കുന്ന സാധനമല്ലേ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൂടെ ഇങ്ങനെ നമുക്ക് അങ്ങനെ ചുറ്റി വരാം. അപ്പോൾ ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടെ അല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് റൈറ്റ് സൈഡിൽ നിന്ന്, മറ്റേത് റോങ് സൈഡാണ്. സോ നമുക്ക് ഇത് കൂടെയാണ് പോകേണ്ടത്. എടാ ഇത് തിരിക്കാം, ഇത് തിരിക്കാം. എന്താ അവരൊക്കെ തിരിക്കുന്നുണ്ട്. തിരിച്ചോക്കട്ടെ. ഇതെന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ തിരിച്ച് മേ ബി എന്തെങ്കിലും പ്രെയർ ആയിരിക്കും. ഇതിൻ്റെ പുറകിൽ വന്നപ്പോഴേ കംപ്ലീറ്റ് ഇവരുടെ ഫ്ലാഗ്സ് ആട്ടോ. കംപ്ലീറ്റ് ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ കാണാൻ. മാത്രമല്ല കാറ്റ് വരുമ്പോൾ അതിങ്ങനെ ആടുന്ന കാണാൻ എൻ്റെ പ്രത്യേക ഭംഗി. പിന്നെ നമ്മളിങ്ങനെ പോയി ഫ്രണ്ടിലോട്ടെത്തും. അവിടെയാണ് നമ്മളെ ഷൂസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇതിൽ വരുന്നതാട്ടോ. അപ്പുറത്തൊക്കെ മേ ബി ഇവർക്ക് പ്രയറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. നമുക്കിവിടെ ആക്ച്വലി ഗൈഡും കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞു തരാൻ. നമുക്ക് ജസ്റ്റിനെ കാണാമെന്ന് മാത്രം കേട്ടോ. കാണുമ്പോൾ കുറേ നമുക്കിങ്ങനെ മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഇതാണിത്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡ് കേട്ടോ. റൈറ്റ് സൈഡിൽ കൂടെ പോകേണ്ടത്, ഇത് റോങ് സൈഡാണെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ആദ്യം ഇത് കൂടെ പോകാൻ നിന്നു, അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഷാരു പറഞ്ഞപ്പോൾ അത് കൂടെ പോയി. ഷാരു അവിടെ പോവാം. हाँ 2 1 2 2 इधर से नहीं केरला से कब आए अभी आए नहीं हाँ यार एक 2 weeks. एक मंदिर എന്താ പറയുക हाँ एक मंथ इधर से ठीक है जी हाँ रहता है अच्छा हाँ. अभी जाएंगे. സോ അപ്പോൾ നമ്മളിത് മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങി, നല്ല വിശപ്പുണ്ട്. സോ ഫുഡ് കഴിക്കാൻ നോൺ വെജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. 150 റുപ്പീസാണ് ഒരു പ്ലേറ്റിന് പറയുന്നത്. ആ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറി കഴിച്ചു കഴിക്കാം. നോക്കാം. ആ നമ്മളവിടുത്തെ ബിരിയാണി സ്റ്റൈലല്ല, ബട്ട് സ്റ്റിൽ ട്രൈ ചെയ്യാലോ. ചിക്കൻ ബിരിയാണി വന്നു. പക്ക നമ്മുടെ നാട്ടിൽ മന്തി പോലുണ്ട്. മന്തി വേണമെന്ന് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ചതാണ്. പക്ഷെ എക്സാക്ട്ലി മന്തിയല്ല, പക്ഷേ അതിനോട് വളരെ ടേസ്റ്റ് ഉണ്ട്. ഒരു അടിപൊളി കാര്യം പറയട്ടെ, അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നേരത്തെ നമ്മൾ കയറിയ സ്ഥലത്തുള്ള ബിരിയാണി മന്തി സ്റ്റൈലാണ് കേട്ടോ. ഞാനാണെങ്കിൽ മന്തി കഴിക്കണം കൊച്ചി എത്തിയിട്ട് മന്തി കഴിക്കണം എന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ അതേ നമ്മളുടെ മൊണാസ്ട്രിയുടെ അടുത്തുള്ള ഈ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഇവിടെ മന്തി സ്റ്റൈലാണ് ബിരിയാണി. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഞങ്ങൾ എന്നിട്ട് എക്സ്ട്രാ പീസ് ചോദിച്ചു. എക്സ്ട്രാ പീസിന് 3 പീസ് ഇത്ര പോകുന്നത് 30 റുപ്പീസ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോ പെട്ടെന്ന് കുറേ മന്തി കഴിച്ചിട്ട്, അതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ മണാലിയിൽ വന്നു കഴിഞ്ഞാൽ മന്തി കഴിക്കാൻ കൊതിയുള്ളവർ നേരെ ഇങ്ങോട്ട് പോര്. നമ്മളെ മോൾ റോഡിൻ്റെ ബാക്ക് സൈഡിൽ മീരറ്റ് ബിരിയാണി കോർണർ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ അവിടെ വന്നാൽ മതി, നല്ല അടിപൊളി മന്തി കിട്ടും. അങ്ങനെ ഫൈനലി മോൾ റോഡ് എത്തിയിരിക്കുകയാണ്. ഇവിടുന്നാണ് ആക്ച്വലി മോൾ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മോൾ റോഡിൻ്റെ വേറൊരു സൈഡിൽ നിന്ന് നമ്മുടെ വില്ലേജിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നതാണ്. സോ അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ ഒക്കെ ഡെക്കറേഷൻസ് കണ്ടോ, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്മസിന് സെറ്റായിരിക്കും അല്ലേ. ആക്ച്വലി മോൾ റോഡ് വരേണ്ടത് ഇപ്പോൾ ഒക്കെ കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ക്രൗഡാണ്. ഞങ്ങൾ വന്ന ടൈമിൽ ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ല പകലൊന്നും. പിന്നെ ഇന്ന് സൺഡേ ആണല്ലോ അല്ലേ. ഇവിടെ ഇനി സൺഡേ മാർക്കറ്റ് ഉണ്ട്, അതങ്ങ് അവിടെയാണ്, അത് കാണിക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് കാണിക്കാം. എന്താ ഇതിൻ്റെ പേര്? ഇതാണ് കേസർ മിൽക്ക്. പിന്നെ ഇവിടെ ഹൽവ, പിന്നെ ജിലേബി, അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ കേസർ മിൽക്ക് കുടിച്ചു നോക്കി അരുൺ ബ്രോ ഉണ്ടാകുമ്പോൾ, നൈസായിരുന്നു. അതിൽ കുറച്ച് കേസറിൻ്റെ ഒക്കെ ഇട്ടിട്ട് നല്ല രസം. പിന്നെ കുറേ റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഗുലാബ് ജാം ഇത് അവിടെ ഉണ്ട്. ഇതിൻ്റെ ചെറിയ വേർഷൻസ് ഇവിടെ അവർ വിൽക്കുന്നുണ്ടാവും. നൈറ്റാണ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവുക. നൈറ്റ് ഇതല്ല കേട്ടോ തിരക്ക്, ഭയങ്കര റഷായിരിക്കും. പിന്നെ മൊത്തം ലൈറ്റിംഗ് ഒക്കെ വന്ന് മൊത്തം ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. മൊത്തം ആക്റ്റീവ് ആയിരിക്കും അല്ലേ, ഓണാണ്. അതെ ഞാൻ പറഞ്ഞ ഗുലാബ് ജാമുൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ അവിടെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതേ കണ്ടോ, കുഞ്ഞ് ഗുലാബ് ജാമുൻ ഉണ്ടോ. ഇത് ആക്ച്വലി ഞങ്ങൾ വാങ്ങിയായിരുന്നു, അടിപൊളിയാണ്. നമ്മളെ സെയിം സാധനം തന്നെ, പക്ഷേ ചെറുതുകൾ ഇങ്ങനെ. ഒരു 1 പ്ലേറ്റിന് 50 റുപ്പീസ് അല്ലേ. അങ്ങനെയാണ് വാങ്ങിയത്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇപ്പോൾ ഇതാണ് പ്രോപ്പർ പക്ക മാൾ റോഡ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഷോപ്സ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ. ഇപ്പോൾ ഫുഡാണെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിലും നല്ല എക്സ്പെൻസീവ് ആണ് ഇങ്ങനത്തെ ഷോപ്പിൽ. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവരും ഭയങ്കര ചില്ലാട്ടോ, ഭയങ്കര ജോലിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു സൈഡൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അത് അങ്ങ് മാർക്കറ്റിലോട്ട് പോകും. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വിലക്കുറവിൽ നമുക്ക് ബാർഗിൻ ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ ഒരു ടെമ്പിൾ വരുന്നുണ്ട്. ഇവിടെ ഇടയ്ക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതാണ് HRDC ബസ് സ്റ്റാൻഡ് മണാലി വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ ഇവിടുത്തെ ലോക്കൽ ഏരിയാസിലേക്കൊക്കെ ബസ് ഉണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ കുറച്ച് ഷോപ്സ് ഉണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. കസോൾ പോയത്. പിന്നെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇഷ്ടംപോലെ ബസ് കിട്ടും. അപ്പോൾ ഇതാണ് മണാലി HRDCയുടെ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇനി നമുക്ക് നേരെ മോൾ റോഡ് പുറത്തിറങ്ങിയിട്ട് നേരെ മേലോട്ട് പോകാം. ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ് സിദ്ധു ആണ്. നമ്മൾ ഇവിടുന്ന് കഴിച്ചല്ലേ. 200 റുപ്പീസ് ആണ്. പിന്നെ വെജും ഉണ്ട്, നോൺ വെജും. വെജാണ് ഇവിടുത്തെ ട്രഡീഷണൽ സിദ്ധു എന്നാ പറയുന്നത്. നമ്മൾ പക്ഷെ നോൺ വെജ് കഴിച്ചത്.
നമുക്കതേ ഇറങ്ങും. പിന്നെ അതെ ഈ ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ, അതും എന്തോ സ്പെഷ്യലാണ്. 8 ലെയർ ഐസ്ക്രീമാണ് കേട്ടോ ഇത്. ഇത് ഞങ്ങൾ കഴിച്ചു, നല്ല രസമാണ്. എനിക്കിഷ്ടമായില്ല, ടോണിക് ഫ്ലേവർ വരുന്നുണ്ട്. പക്ഷെ ഇവനും മരുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. അടിപൊളിയായിട്ട് ഡെക്കർ ചെയ്തിട്ടുണ്ട്. ഇതേ നല്ല മഴ കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അതെ നമുക്കാണെങ്കിൽ മഴ കൂടി വരുന്നുണ്ട്. സോ നമ്മളാണെങ്കിൽ ജാക്കറ്റ് ഒന്നുമില്ല, നോർമൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നിരിക്കണേ. സോ പെരുമഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടി. മോൾ റോഡിൽ നിന്ന് തന്നെ കുറച്ച് ഉള്ളിലോട്ട് ഇങ്ങനെ ഒരുപാട് വഴിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ചീപ്പായിട്ടുള്ള കുറേ കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ കിട്ടും. മണാലിത്തെ ഞങ്ങളുടെ കുറച്ച് ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് കാണിക്കാം. വാ. ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. മോൾ റോഡിൽ ശരിക്കും കിട്ടാത്ത ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ഷോപ്സ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇത് ബേക്കറീസിന്, ഇത് കുക്കറീസിന് വേറെ, പിന്നെ അതേപോലെ ഞങ്ങളിത് ഇവിടെ ഈ 2 ബേക്കറിയിൽ നിന്നാണ് എപ്പോഴും സാധനങ്ങൾ വാങ്ങാറ്, ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങാറ്. പിന്നെ പ്ലേറ്റ്സൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിയത്. അതേപോലെ ഇത് സോക്സ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ സോക്സും കാര്യങ്ങളൊക്കെ നമുക്കിത് ഈ ഒരു ഷോപ്സിൽ നിന്ന് വാങ്ങാം. ഞങ്ങളിത് ഇവിടെ നിന്നാണ് വാങ്ങിയത്. വളരെ ചീപ്പായിട്ട് കിട്ടും നമുക്ക്. വാം സോക്സൊക്കെ 100 റുപ്പീസിന് കിട്ടും. അതേപോലെ ഞങ്ങളുടെ ഫുഡ് സ്പോട്ട് കാണിക്കാം. ഫുഡ് സ്പോട്ട് കുറച്ച് അപ്പുറത്താണ്. അവിടെ ടിബറ്റൻ സ്റ്റൈൽ ഫുഡ്സ് കുറച്ചുണ്ട്. അങ്ങനെ എല്ലാം കിട്ടും ഇവിടെ ആക്ച്വലി. ഇപ്പം നമുക്ക് ഇലക്ട്രിക് ഷോപ്പ് ഉണ്ട്, വെജിറ്റബിൾസിന് വേറെ ഏരിയ ഉണ്ട്, ഫുഡിന് വേറെ ഏരിയ ഉണ്ട്, അങ്ങനെ എല്ലാത്തിനും ഓരോരോ ഏരിയ ഉണ്ട്. സോ ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിൽ ഒന്നാണ് ഈ കാണുന്നത്, ടിബറ്റൻ കോർണർ എന്ന് പറയുന്നത്. ഇവിടെ മോമോസ്, ചൗമീൻ, തുക്ക, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസാണ്. അടിപൊളിയാണ്. ഇവരൊക്കെ ആയിട്ട് ശരിക്കും ഭയങ്കര പരിചയമായി. നമ്മൾ ഡെയിലി നൈറ്റ് ഫുഡ് കഴിക്കുന്നത് ഇവിടുന്ന്. ഇവർ പുള്ളിയാണ് കുക്ക് ചെയ്യാറ്. പുള്ളി നൈസായിട്ട് ഉണ്ടാക്കും. അപ്പോൾ മട്ടൻ ചൗമീനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്നാണ് കഴിക്കാറ്. നൈസാ. പിന്നെ ഇവിടെ ഓരോ വെറൈറ്റി ഫുഡ് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിത് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്തു. ഹായ്. യൂട്യൂബ്. ഗിംച. അതായത് ആടിൻ്റെ എങ്ങനെയത് ആടിൻ്റെ പറ. ആടിന്റെ ബ്ലഡ്. അല്ല, എക്സ്പ്ലെയിൻ. സോസേജ്. ബ്ലഡ് സോസേജ്. ആടിൻ്റെ ഗോട്ടിൻ്റെ ബ്ലഡ് സോസേജ് ആണിത്. അതിന്റെ ഇൻറ്റസ്റ്റൈനിലാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ സോസേജ് പോലെ തന്നെ. സോസേജ് പോലത്തെ. അപ്പോൾ ഇതാണ് അടിപൊളി ഒരു ഫുഡ് സ്പോട്ട്. വേറൊരു ഫുഡ് സ്പോട്ടാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ചൗമീനൊക്കെ അടിപൊളിയാണ്. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരു ടൈപ്പ് ഫുഡാണ് ആണ്. പക്ഷെ ഇവിടുത്തെ തുക്ക ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ചൗമീൻ ഫസ്റ്റ് ഡേ ഭയങ്കര സ്പൈസി മസാലയൊക്കെ ആയിട്ടായിരുന്നു, പിന്നെ ടേസ്റ്റ് മാറാൻ തുടങ്ങി. പക്ഷെ തുക്ക അടിപൊളിയാണ്. മോമോസ് തുക്ക, മിക്സഡ് തുക്ക, ചിക്കൻ മോമോസ് മിക്സ്ഡ് തുക്ക ഉണ്ട്. അത് ഇവിടുത്തെ അടിപൊളിയാണ്. ബിക്കാഷ് ഇവിടെ പച്ചക്കറി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓരോന്നിനും ഓരോ ഏരിയ ഉണ്ട്. പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മെഡിക്കൽ സ്റ്റോർ കണ്ടോ. മെഡിക്കൽ സ്റ്റോർ ഇവിടെ അവിടെ മോൾ റോഡിലും ഉണ്ട്. നമുക്ക് നാട്ടിലേക്കാളും എല്ലാം ആക്സസിബിൾ ആയിട്ടാണ് തോന്നിയത്. നമുക്ക് മോൾ റോഡ് വന്നു കഴിഞ്ഞാൽ എല്ലാം വാങ്ങാം, എല്ലാം. ഇവിടെ കിട്ടാത്തായിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലഗേജ് കുറച്ച് വന്നിട്ട് ഇവിടെ വന്ന് എല്ലാം മേടിച്ച് സെറ്റാക്കി വേണമെങ്കിൽ ഇവിടെ നിന്ന് പാഴ്സൽ ചെയ്ത് നാട്ടിക്ക് അങ്ങനെ ചെയ്യാവുന്ന സെറ്റപ്പേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നത് ഒരു 1 മന്ത് സ്റ്റേ ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമുക്ക് കുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, പാത്രങ്ങൾ, വെജിറ്റബിൾസ് എല്ലാം അവൈലബിളാണ്. പിന്നെ ഇതേ സ്വീറ്റ്സിൻ്റെ ഒരു സ്പോട്ടാണ് ഇത്. എന്താണ്? അവിടെ നല്ല അടിപൊളി സ്വീറ്റ്സ് കിട്ടും. ഞങ്ങളിത് ആ ലഡു ഒക്കെ വാങ്ങി. ഒരു ഓറഞ്ച് ലഡു ഉണ്ട്, അത് അടിപൊളിയാണ്. എന്നാൽ അത് വാങ്ങിയാലോ? അപ്പം എന്നാൽ അത് വാങ്ങാട്ടോ. കണ്ടോ ഇത്രയും സ്വീറ്റ്സ് ഇവിടെ ഉണ്ട്. ഞങ്ങളിതെല്ലാം കഴിച്ചിട്ടില്ല. ഇത് കഴിച്ചു, രസമലായ അങ്ങനെ എന്തോ പറയും. ഇത് അടിപൊളിയാണ്. പിന്നെ ഇത് ഈ ലഡു, ഇത് നൈസാണ്. ഞങ്ങൾ ഇവിടുന്ന് വാങ്ങാറ്. അപ്പോൾ നമുക്ക് എന്തായാലും 2 ലഡു ട്രൈ ചെയ്താലോ? ട്രൈ ചെയ്യല്ല, ഞങ്ങൾ ഓൾറെഡി കഴിച്ചത്. അപ്പം തന്നെ വേണോ? ഇതെന്താ? ഇതാ മറ്റേ അങ്ങനെ എന്തോ അല്ലേ. അല്ല, പാർസൽ ചെയ്താൽ മതി. പിന്നെന്താ ഇതും കൂടെ മേടിച്ചാലോ? എന്താണെന്നറിയില്ല, പേരൊന്നും അറിയില്ല. സ്വീറ്റ് കാ നെയിം
जामुन क्रीम जामुन ക്രീം ജാമുൻ ജാമുൻ. ഓ ക്രീം ജാമുൻ എത്ര പേര്. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാട്ടോ. ഇവിടെ ലൈവായിട്ട് ജിലേബി ഉണ്ട്. ഇതിവിടെ ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും നമുക്ക് ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കുന്നതാണ്. അടിപൊളിയായിട്ടില്ലേ? ഈ HRTC ബസ് സ്റ്റാൻഡ് തൊട്ട് ഓപ്പോസിറ്റ് ഇവിടെ കുറേ ഡ്രസ് ഷോപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ചീപ്പ് പ്രൈസിന് ബാർഗിൻ ചെയ്താൽ കിട്ടും, അല്ലാതെ കിട്ടില്ല. അവരെന്തായാലും ഒരു 2x ആയിട്ട് 3x ആയിട്ട് പറയാ. അപ്പൊ നമ്മള് ബാർഗിൻ ചെയ്യണം. ഭയ്യ പ്ലീസ് ഭയ്യ ഡിസ്കൗണ്ട് ചായ ഭയ്യ വേറെ ഹിന്ദി അറിയില്ല. ഞങ്ങൾക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ടുള്ള കുറച്ച് ഇത് തോന്നി. അതായത് നമ്മള് 500 സാധനം ഒരു 450 400 തരുന്നെങ്കിൽ ഹിന്ദി അറിയുന്നവർക്ക് അതൊരു 100 250 വാങ്ങിച്ചു പോകും. ഇപ്പൊ അതായത് ഇവിടെ താമസിക്കാൻ വന്നപ്പോൾ നമ്മൾ ബ്രോ പറഞ്ഞത് കേട്ടോ, പുള്ളി എങ്ങാണ്ടോ ജാക്കറ്റിന് 3000 പറഞ്ഞത് പുള്ളി എങ്ങാണ്ട് 900 ബാർഗൈൻ ചെയ്ത് വാങ്ങി. പുള്ളിക്ക് നന്നായിട്ട് ഹിന്ദി അറിയാം, നന്നായിട്ട് സംസാരിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ട് ബാർഗൈൻ ചെയ്യാൻ ഒരുപാട് പരിമിതി ഉണ്ട്. സോ വരിക, മാക്സിമം ബാർഗൈൻ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ചിലതിന് ഭാഷ ഒന്നും ഇല്ലല്ലോ. മോശമായിട്ട് വിചാരിക്കണം, കാരണം ഇവിടെ അവർ അതിനായിട്ട് ഇരിക്കുന്ന അങ്ങനെ കൂട്ടിയാണ് പറയുന്നത്. എനിക്കും ആദ്യം അതൊരു ബാർഗൈൻ ചെയ്യണോ അങ്ങനെയൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ബാർഗൈൻ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 100 രൂപയുടെ സാധനം ഇവിടെ വിൽക്കുന്നത് 800 1000 അതിനൊക്കെ ആയിരിക്കും. സെയിം ഷോപ്പിൽ തന്നെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കയറുവാണെങ്കിൽ നമ്മളൊരു പരിചയമാവൂലേ, പിന്നെ അവർ നമുക്ക് ഡിസ്കൗണ്ട് തരും. എല്ലാവരും അടിപൊളി ആൾക്കാരാണ്. നമ്മൾ ജസ്റ്റ് ചിരിച്ച് സംസാരിച്ചാൽ മതി. അപ്പോൾ അവർക്ക് നമുക്ക് തിരിച്ച് ആ ഒരു സ്നേഹമൊക്കെ കാണിക്കും. ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിൽ കയറി, ഇവിടുത്തെ ഒരു ഷോപ്പിൽ കയറി 2 വട്ടം കയറി, അവരെ പരിചയമായി. പിന്നെ പുള്ളി ഡിസ്കൗണ്ട് നന്നായിട്ട് തന്നു അല്ലേ. നൈസ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി മേളിലോട്ട് പോവാം. അപ്പോൾ ഇനി നമ്മൾ കയറാൻ പോകുന്നത് ലോക്കൽ ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റാണ്. അതായത് സൺഡേസിൽ മാത്രമേ ഇവിടെ മോൾ റോഡിൻ്റെ മേളിലായിട്ട് ഇവിടെ വരുന്ന മാർക്കറ്റ്. ഇവിടെ ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ജാക്കറ്റ്, ഹുഡീസ്, തെർമൽസ് എല്ലാം കിട്ടും. അതായത് ഒറിജിനൽ ബ്രാൻഡ് അല്ല, നമുക്ക് എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കിട്ടും. അതായത് കൊളംബിയ, ഫേസ് ഓഫ് അമേരിക്ക, അങ്ങനെ എല്ലാ ജാക്കറ്റും ഉണ്ട്. എല്ലാത്തിനും 500 200 300 ഈ റേറ്റിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ബ്രാൻഡൊന്നും നോക്കാതെ ഇപ്പോൾ നമ്മൾ അവിടുന്ന് എസെൻഷ്യൽ സാധനം മാത്രം എടുത്തിട്ട് ഇവിടെ വന്ന് നമുക്ക് തെർമൽസോ അതേപോലത്തെ ലോഞ്ച് കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും 500 600 മാക്സിമം ഒക്കെ 800 വരെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കി ഇവിടെ വരുവാണെങ്കിൽ, സൺഡേ ആണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് വാങ്ങിയാൽ മതി. ബേസിക് സാധനങ്ങൾ എല്ലാം കിട്ടും. ബേസിക്സ് മാത്രമല്ല, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണല്ലോ ഇതേപോലത്തുള്ള ജാക്കറ്റ്, നല്ല നല്ല ജാക്കറ്റാണ്, തിരഞ്ഞെടുക്കണം. ചില ഇതിലൊക്കെ ഭയങ്കര ചെളിയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ജാക്കറ്റ്സൊക്കെ കിട്ടും. ഞാനിവിടെ നിന്ന് എടുത്തായിരുന്നു, പക്ഷേ സൈസ് ഇച്ചിരി സീനായി. ഇവിടുത്തെ XXL എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് XXL ഒന്നല്ല. പിന്നെ എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അത്രേ പ്രൈസുള്ളൂ, 500 ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്ലോത്തൊക്കെ നമുക്ക് വിൻ്ററിൽ അത്യാവശ്യമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നൈറ്റൊക്കെ ഇടാൻ, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഡേ ഒക്കെ ഇടാൻ ഇങ്ങനത്തെയൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള ജാക്കറ്റും തെർമൽസൊക്കെ എടുത്ത് ഇവിടെ വരാനുള്ളത് എടുക്കുക, വേറെ ക്ലോത്ത്സ് ഒന്നും എടുക്കണ്ട. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ബാക്കിയുള്ളതെല്ലാം വാങ്ങിയാൽ മതി. സോ ഈ ഒരു സൺഡേ മാർക്കറ്റ് നല്ലൊരു ഓപ്ഷനാണ്, തിരഞ്ഞെടുക്കുക എന്ന് മാത്രം. ഇതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട്. അതായത് ഞങ്ങൾ ഡെയിലി ഇവിടെ വന്നാണ് കോഫി കുടിക്കാറ്. ചായ് സുട്ടാ ബാർ. ഇവിടുത്തെ എല്ലാവരും പരിചയമായിട്ടോ വന്നിട്ട്. ഞങ്ങൾ ഡെയിലി വന്ന മുതൽ ഇവിടെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കോഫി ഇവിടെ അല്ലേ. സോ ഹോട്ട് ചോക്ലേറ്റ് ഒരു രക്ഷയില്ല. എന്നാ വാ. അപ്പം ഇന്നൊരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങാം കേട്ടോ, പറഞ്ഞ സ്ഥിതിക്ക്. ഇവിടെ മണലിൽ വന്നു കഴിഞ്ഞാൽ ഒരുവിധം കോഫിയും ടീയിലൊക്കെ നല്ല വെള്ളം, കളറിന് വേണ്ടി കുറച്ച് പാല ചേർത്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള, ജനറലൈസ് ചെയ്യുമല്ല, നമുക്ക് അങ്ങനെ കിട്ടിയത്. പക്ഷെ ഇവിടെ ഈ ചായ സുട്ടാബാറിലെ കോഫി അടിപൊളിയാണ്. നമ്മൾ സ്ട്രോങ്ങാ പറയാറ്. നല്ല കഫേനും നല്ല പാലും നല്ല എന്താ പറയുക, അടിപൊളി കോഫി എന്ന് പറയാം. പിന്നെ 40 ആണ് വരുന്നത്. അവിടെ പ്രൈസ് 40. ഇവിടെ മണാലിയിൽ മിൽക്ക് കോഫിക്ക് എല്ലായിടത്തും 40 ആണ് കേട്ടോ. ഒരുവിധം എല്ലായിടത്തും നമ്മൾ ചില ഏറ്റവും കുറവ് 30 ആണ്, പിന്നെ 50 ആണ് വരുന്നത്. അപ്പോൾ പക്ഷേ ആ 50-ക്കുള്ളത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കാണ്. സോ ഇവിടെ വന്നപ്പോൾ ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യണത്. സോ അവൻ നമ്മളെ കണ്ടിട്ട് ഹായ് ബൈ പറയാം. അപ്പോൾ ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ കയറിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. സോ മണാലിയുടെ തൊട്ട് മേളിൽ. അപ്പോൾ ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റ് പറയട്ടെ. ഹലോ. പുള്ളിനെ പരിചയമല്ല കേട്ടോ,
ആ 2 കപ്സ് നമ്പർ 2 2 കപ്സ് ബ്ലോഗ് ആ താങ്ക് യു. പുള്ളിനും കൂടി സബ്സ്ക്രൈബ് ചെയ്യിച്ച് ഇതിനൊക്കെ ആയിട്ട് ഭയങ്കര പരിചയം കേട്ടോ. പിന്നെ ദേ പുള്ളിക്കാരനായിട്ടും. അപ്പോൾ ദേ നമ്മളുടെ ഹോട്ട് ചോക്ലേറ്റ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് അതിൻ്റെ തിക്നെസ് കാണിച്ചേ? കണ്ടോ, അടിപൊളിയാ. ഭയങ്കര ക്രീമിയാ അല്ലേ? നല്ല ടേസ്റ്റാ. ഓവർ ഷുഗറി അല്ല, എല്ലാം മൈൽഡ് ആയിട്ടാണ്. പക്ഷെ ഇത് ഞാൻ ഷുഗർ ഇടാം മീൻസ് ഇടണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ സ്റ്റിൽ ഓക്കെയാണ്. ഞങ്ങൾ വിത്തൗട്ട് അല്ലേ കഴിക്കാറെല്ലാം. അപ്പോൾ ഇതേ നമ്മളില്ലേ ഇവിടെ, അതാണ് നമ്മളുടെ സ്റ്റേ. അപ്പോൾ തൊട്ടടുത്ത് നമ്മളുടെ ആലപ്പുഴയിൽ നിന്നുള്ളൊരു ചേട്ടനുണ്ട്. പുള്ളിയാണ് ഈ ഒരു സ്റ്റേ നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ മേളിലോട്ട് വന്നാട്ടോ. അപ്പോൾ ദേ അതാണ് റോത്താങ്. അവിടെ മഞ്ഞ് പെയ്യുന്നുണ്ട്. ഇപ്പോൾ അട്ടാൽ ടണലിൽ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. അതാണ് സ്നോഫോൾ ഇങ്ങനെയാണ് ദൂരത്തുനിന്ന് കാണാം. പിന്നെ ആ കാണുന്നതാണ് മോൾ റോഡ്. മോൾ റോഡ് എന്ന് പറയാൻ പറ്റില്ല, മണാലി ടൗൺ ആണ് കാണുന്നത്. മോൾ റോഡ് അതിൻ്റെ ചെറിയൊരു ഭാഗമാണ്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മൗണ്ടൈൻ്റെ 360 വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ചുറ്റും മലയാളികളാ. അടിപൊളി വ്യൂ, 360 വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ കാണിച്ചു അതൊക്കെ അവിടെയൊക്കെ കണ്ടോ ഫോഗ് വന്നിരിക്കണേ. നമുക്ക് ഇതാണ് റോത്താങ് വരുന്നത്. അവിടെ സ്നോഫോൾ ഇപ്പോൾ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്നോഫോള്. പിന്നെ ഇന്നലെ ഈ ഒരു മൗണ്ടൈനിലോട്ടാണ് നമ്മൾ ട്രെക്ക് ചെയ്ത് പോയത്. അപ്പോൾ അതേ അവിടെ ആ സൈഡിലോട്ടാണ് പോയത്. അവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. അവിടെയൊക്കെ ഫോഗ് മൂടിയിരിക്കുന്നുണ്ടോ, വേറെ ലെവൽ കേട്ടോ. ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരിക അല്ലേടാ. നമ്മളിത് ഇവന് അവൻ കണ്ടോ ഫാസി, ഇന്നലെ നമ്മളിപ്പോൾ ട്രെക്കിങ്ങിന് വന്നതാ. അവനവിടെ നിൽക്കുന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോഴാണ് പുള്ളി വന്നത്. അപ്പോൾ നേരെ ഇങ്ങോട്ട് കയറി വന്നതാ. ഒരു രക്ഷയില്ല. ഇതൊക്കെ സ്റ്റേ ആണ് കണ്ടോ. ഓ രക്ഷയില്ല. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലവും പിന്നെ നമ്മുടെ നെസോഗി വില്ലേജും. അപ്പോൾ അങ്ങനെ ഈ വീഡിയോയിൽ മെയിനായിട്ട് വില്ലേജ് ഒന്ന് കാണിക്കണം തോന്നി. കാരണം അത്രയും ഭംഗി അത്ര ഫീൽ ആയതുകൊണ്ട് അത് പറഞ്ഞത്. അപ്പോൾ പിന്നെന്താ ഈ വീഡിയോ എന്നാ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യട്ടെ. വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.